A warm welcome back into the next class. In the last two classes, you have learned the use of is. In the first class, you learned how to make sentences with is, and in the next class, you learned how to make question or how to ask question with is. Now, in this lesson, you will learn how to say a negative sentence and how to ask a negative question with ease. ഓക്കെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അതിപ്പോൾ നിങ്ങൾ പഠിച്ചത് ഈസ് കൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം, അതുപോലെ ഈസ് കൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നാണ്. അതായത് പോസിറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഇനി അതെങ്ങനെ നെഗറ്റീവ് ആക്കാം, അത് ഇല്ല എന്ന രൂപത്തിൽ, നിഷേധാത്മകമായ രൂപത്തിൽ എങ്ങനെ പറയാം, അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇനി പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. നമ്മൾ ഒരേ സെൻറ്റൻസ് തന്നെയാണ്, ഒരേ രീതിയിലുള്ള സെൻറ്റൻസ് തന്നെയാണ് എല്ലാ ഓക്സിലറീസ് പഠിക്കാനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒറ്റ സെൻറ്റൻസ് തന്നെ വ്യത്യസ്ത ഓക്സിലറി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അത് നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആം പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹീ ഈസ് നോട്ട് എ സ്റ്റുഡൻറ്റ്, ജസ്റ്റ് നോട്ട് ചേർത്താൽ മതി. ഇനി അതുപോലെ ഇതുപോലെ എല്ലാ സെൻറ്റൻസുകളും ഹീ ഈസ് നോട്ട് സ്റ്റഡിയിങ്, ഹീ ഈസ് നോട്ട് സ്റ്റഡിയിങ് ഹിസ് ലെസൺസ്, ഹീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ, he is not playing well, or Ramu is not in the class, my brother is not working in Dubai. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സെൻറ്റൻസുകളെല്ലാം നമുക്കിങ്ങോട്ട് മാറ്റി പറയണം. അപ്പോൾ ഉദാഹരണത്തിന് റയാൻ ഈസ് നോട്ട് എ ഗുഡ് ബോയ്. ഉദാഹരണത്തിന് റയാൻ ഈസ് എ ഗുഡ് ബോയ്, അത് നെഗറ്റീവ് ആക്കുമ്പോൾ റയാൻ ഈസ് നോട്ട് എ ഗുഡ് ബോയ്. ജോൺ ഈസ് നോട്ട് വർക്കിംഗ് വിത്ത് മീ, ജോൺ എൻ്റെ കൂടെ അല്ല വർക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ അല്ല ജോലി ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ആ സെൻറ്റൻസുകളെല്ലാം നെഗറ്റീവിലേക്ക് മാറ്റി അത് പറഞ്ഞ് ശീലിക്കുക. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ടേബിൾ, ആദ്യത്തെ ടേബിൾ, ഈസിൻ്റെ ക്ലാസ് ഫസ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് ടേബിൾ നമ്മൾ ആദ്യത്തെ അത് പറഞ്ഞു ഹി ഈസ് അറേഞ്ചിങ് ദ സ്റ്റേജ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ കാണുന്ന ഈ ടേബിളിൽ ഇതുപോലെ നമ്മൾ നോട്ട് ചേർത്തിട്ട് അതെല്ലാം മാറ്റി എഴുതുക. ഹി ഈസ് നോട്ട് അറേഞ്ചിങ് ദ സ്റ്റേജ്, ഹി ഈസ് നോട്ട് റൈഡിങ് എ ബൈക്ക്, അങ്ങനെ അതുപോലെ ഷീ ഈസ് നോട്ട് റൈഡിങ് എ ബൈക്ക്, മൈ ബ്രദർ ഈസ് നോട്ട് റൈഡിങ് ബൈക്ക്. അങ്ങനെ എല്ലാ സെൻറ്റൻസുകളും ഇതിലേക്ക് മാറ്റി നിങ്ങൾ എഴുതുക തന്നെ വേണം. ഇത് ഓരോന്നും മാറ്റി എഴുതി അത് പരിശീലിക്കുക. ഓക്കെ, the next thing that you have to learn is how to make a negative question. നെഗറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹീ ഈസ് നോട്ട് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയല്ല. ഇനി അത് ക്വസ്റ്റ്യൻ ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ അതേപോലെ തന്നെ ഈസ് ഹീ നോട്ട് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയല്ലേ. നമ്മൾ ഈ സാധാരണ നോട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നില്ല ഈസ് ഹി നോട്ട് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയല്ലേ. ഇത് നമുക്ക് ഒന്ന് ചുരുക്കി വേണമെങ്കിൽ പറയുന്ന മറ്റൊരു രീതിയുണ്ട്. നമ്മൾ ആം പറഞ്ഞതൊക്കെ പറഞ്ഞിരുന്നു. ഈസ് നോട്ട് എന്നുള്ളത് ഈസിൻഡ് എന്ന് വരും. അങ്ങനെ ഈസിൻ്റായിട്ട് ചുരുക്കി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരുമിച്ച്
തുടക്കത്തിൽ തന്നെ പറയണം. ഈസിൻറ്റ് ഹി എ സ്റ്റുഡൻറ്റ്? രണ്ടും സെയിമാണ്. ഈസ് ഹി നോട്ട് എ സ്റ്റുഡൻറ്റ്? ഈസിൻറ്റ് ഹി എ സ്റ്റുഡൻറ്റ്? രണ്ട് രീതിയിലും ചോദിക്കാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ്സ് സീ സം മോർ എക്സാമ്പിൾസ്. Isn't it a brand new car? Isn't it your brother's bike? Isn't she getting ready? അവൾ റെഡിയാവുന്നില്ലേ? Isn't it your bag? ഇത് നിൻ്റെ ബാഗല്ലേ? Isn't it raining outside? റെയിനിങ് ഔട്ട് സൈഡ്, അതായത് മഴ പെയ്യുന്നു എന്നുള്ളതിന് ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് റെയിനിങ്. അപ്പോൾ ഇസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇറ്റ് ഈസ് റെയിനിങ്. ഇസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടോ? ഇസിൻ ഇറ്റ് റെയിനിങ്, മഴ പെയ്യുന്നില്ലേ? ഇസിൻ ഇറ്റ് റെയിനിങ് ഔട്ട് സൈഡ്, പുറത്ത് മഴ പെയ്യുന്നില്ലേ? ഇസിൻ ഇറ്റ് ഹോട്ട് ടുഡേ? Isn't it very hot today? ഇന്ന് ഭയങ്കര ചൂടല്ലേ? ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഇനി ഉണ്ടാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നെഗറ്റീവിൻ്റെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ടേബിൾ തന്നെ നമ്മൾ പോസിറ്റീവ് അത് ക്വസ്റ്റ്യനാക്കി, അത് നെഗറ്റീവാക്കി, അത് നെഗറ്റീവ് ക്വസ്റ്റ്യനാക്കുകയാണ് ഇനി. ഏത്? ഈ ടേബിൾ. ഹി ഈസ് നോട്ട് അറേഞ്ചിങ് ദ സ്റ്റേജ്. അത് നമ്മൾ ഇനി എന്താക്കി മാറ്റണം? ഈസിൻറ്റ് ഹി അറേഞ്ചിങ് ദ സ്റ്റേജ്? ഈസിൻറ്റ് ഹി റൈഡിങ് ദ ബൈക്ക്? അങ്ങനെ ഈ കാണുന്ന എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ മാച്ചാകുന്ന സെൻറ്റൻസുകളെടുത്ത് ക്വസ്റ്റ്യൻസാക്കി, മാക്സിമം ക്വസ്റ്റ്യൻസാക്കി എഴുതി അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. Hope that you have understood the class well. So keep practicing and learn more and more. By the way, if you think these are useful videos, then please share this into your friends and ask them to subscribe our channel. Okay, thank you for watching. Take care. Bye.